ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ റിയൽ ടെസ്റ്റിന്റെ എത്ര കാലം മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് നമ്മളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനും സ്കോർ ഇംപ്രൂവ് ചെയ്യാനും റെഗുലർ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പം എത്രത്തോളം നമുക്ക് റിയൽ ടെസ്റ്റിലേക്ക് സമയം കിട്ടുന്നോ, അപ്പൊ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ വീക്ക് ഏരിയ ഏതാണ്, നമ്മുടെ സ്ട്രാറ്റജി എവിടെയാണ് മിസ്സാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ടൈം വേണം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 months ബിഫോർ ദ റിയൽ എക്സാം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കണം. ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾ ഒരു റിയൽ എക്സാമിന്റെ 2 മാസം മുന്നെയെങ്കിലും ചെയ്തു നോക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ലെവല് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തു നോക്കുന്നില്ല എങ്കിൽ, ഇപ്പൊ നമ്മളുടെ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ റിവിഷന്റെ സമയത്ത് നമ്മൾ എല്ലാ വീക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു നോക്കുന്നത്. ആൻഡ് ഫൈനൽ 20 മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ലാസ്റ്റ് മന്തിലാണ് നടക്കുന്നത്. സോ എത്രത്തോളം ആദ്യം നിങ്ങൾക്ക് ഞങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാൻ സാധിക്കും അത്രത്തോളം നേരത്തെ ചെയ്യുക. ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നോക്കി നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, അത് സോർട്ട് ഔട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെയുള്ള ഐസറിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. Thanks for watching.